ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കടലമാവ് വെച്ചിട്ട് ഒറ്റ മാവ് കൊണ്ട് തന്നെ ഒരു 2-3 തരം സ്നാക്സ് റെഡിയാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 കപ്പ് 4 സ്കൂപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ സ്കൂപ്പ് കൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിൽ കപ്പ് ഉണ്ടെങ്കിൽ 250 ml കപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്താൽ മതിയാവും. അതുകൊണ്ട് ഒരു 4 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് പൊടിയും അതുപോലെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കളറിന് ഒരല്പം റെഡ് കളർ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ മതി നമുക്കൊരു 3-4 തരം സ്നാക്സ് റെഡിയാക്കാം. അതിൽ കൂടുതലും റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒന്ന് കണ്ടു നോക്കി നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം എടുക്കാൻ. ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്തിട്ട് എടുക്കണം. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ, പിന്നെ അത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും ഈ ബാറ്റർ. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ വേണം. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ മുട്ട ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ട വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കൊണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവിലാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ മുട്ട ഞാൻ പുഴുങ്ങിയത് ഓരോന്നെടുത്തിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് തരം സ്നാക്സുകൾ റെഡിയാക്കാം. ഇതുപോലെ തന്നെ ഈ ഒരു തിക്ക് ബാറ്റർ കൊണ്ട് തന്നെയാണ് നമ്മൾ കായ ബജിയില്ലേ, ബജിക്കായ നല്ല കട്ടിയുള്ളത് അത് ഉണ്ടാക്കാം. അതുപോലെ മുളക് ബജി ഉണ്ടാക്കാം, ബ്രെഡ് ബജി ഉണ്ടാക്കാം. എല്ലാ ബജികളും ഈ ഒരു ബാറ്റർ കൊണ്ട് തന്നെയാണ് കേട്ടോ റെഡിയാക്കാം. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടൂലേ, അങ്ങനത്തെ ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ബജികളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊങ്ങി വരും കേട്ടോ. അതിൻ്റെ മുകൾ വശം വെളിച്ചെണ്ണ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. റെഡ് കളർ ചേർക്കണില്ലെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അപ്പോഴും ചെറിയൊരു കളർ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്കായി വേണ്ടി കാരണം കൊണ്ട് റെഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റും വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവോള ഒരു 2 കയ്യിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടൻ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൽ ഉപ്പ് ചേർത്തതാണ് എങ്കിലും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിൽ തന്നെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട. ഇതിലേക്ക് സവോള വഴറ്റേണ്ട ആവശ്യം ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഗസ്റ്റ് വരുന്ന ടൈമിലായാലും ശരി, റംസാനെയും സ്നാക്സ് ഉണ്ടാക്കുന്ന ടൈമിലായാലും ശരി, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എന്നിട്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 4-5 തരം കടികൾ റെഡിയാക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഈ ഒരു അളവിൽ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എങ്കിലും ഒരാൾക്ക് കഴിക്കാൻ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ ഒരു 6 ബോൾസാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മുടെ ബാറ്റർ കുറഞ്ഞ് വരുന്നുണ്ട്. ആ ബാറ്ററിലേക്ക് ഞാനൊരു പീസ് ബ്രെഡ് കൂടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ബ്രെഡ് ബജി ഉണ്ടാക്കുന്നത് ഇതിൽ നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ബ്രെഡ് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം പൊരിച്ചെടുക്കുന്നതാണ്.
അതാ ബ്രെഡും ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. വെളിച്ചെണ്ണ കുടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ മുട്ട ബജിയും ഒക്കെ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു ടെക്സ്ചറിലൊക്കെ തന്നെയാണ് കിട്ടുക. അല്ലാണ്ട് ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചോപ്പറിലിട്ടിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 3 കയ്യിലാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കൈ കൊണ്ട് ചെറുതായി പിച്ചി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ചിക്കൻ. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചെറുതായി വട്ടന അരിഞ്ഞിട്ടുള്ളത്, ഒരല്പം ഉപ്പ്, ഇത്രയും മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് കൊടുക്കുകയാണെങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. അതിന് ശേഷം ഇത് ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കില്ല. അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ ടീസ്പൂൺ കൊണ്ട് കോരി ഇടുമ്പോൾ ജസ്റ്റ് അത് പരന്ന് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ. നമ്മളിത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നന്നായി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തീയൊന്ന് ചെറുതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ചിക്കൻ വെച്ചിട്ടുള്ള ഈ സ്നാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കാം. ഇതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ മുളക് ബജിയും കായ ബജിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ബാറ്റർ കൊണ്ട്. ഇതേപോലെ എല്ലാതും റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കൊരു ബാറ്റർ ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കായാലും ശരി, ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും ശരി, കടലമാവ് ഉണ്ടായാൽ മതി. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ചിക്കൻ കുറച്ച് ചിലപ്പോൾ ഉണ്ടാവാത്തുണ്ടാവും, എങ്കിലൊരു 2 പീസൊക്കെ ഉണ്ടായാലും മതി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്